ഹലോ. ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതയാത്രകളിൽ നമുക്ക് അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കണമെങ്കിൽ നാം അറിഞ്ഞുകൊണ്ടെടുക്കേണ്ടുന്ന ചില തീരുമാനങ്ങളുണ്ട്. അതിൽ നാം ഒഴിവാക്കേണ്ടുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളായി എനിക്ക് തോന്നിയിട്ടുള്ളത്, ചില മനുഷ്യരെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതയാത്രകളിൽ ഒഴിവാക്കിയേ മതിയാവൂ. അതിൻ്റെ കാരണം, നാം പോലും അറിയാതെ നമ്മിലുള്ള നന്മകളെ ചോർത്തിക്കളയുന്നവരായി ചില ആളുകളുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ മാറിയേക്കാം. അവർ നാം സഞ്ചരിക്കാൻ ഇഷ്ടമില്ലാത്ത വഴികളിലൂടെ നമ്മെ നടത്തും. നാം സഞ്ചരിക്കാൻ ആഗ്രഹിക്കാത്ത തെറ്റിൻ്റെ വഴികളിലൂടെ, അബദ്ധങ്ങളുടെ വഴികളിലൂടെ അവർ നമ്മളെ ഏറ്റവും എളുപ്പത്തിൽ നടത്തും. വേദഗ്രന്ഥ മൊഴികളുണ്ട് കേട്ടോ, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവൻ. അതുകൊണ്ടായിരിക്കാം നാം തിരഞ്ഞെടുക്കുന്ന സൗഹൃദങ്ങൾ പോലും ഏറ്റവും വിവേകത്തോടും ചിന്തകളോടും കൂടെ നാം തിരഞ്ഞെടുക്കേണ്ട ഒന്നായി മാറുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ സുഗമമായ സഞ്ചാരങ്ങൾക്ക് ചില മനുഷ്യരെ നമ്മുടെ ജീവിത വഴികളിൽ നിന്ന് നമ്മൾ മനഃപൂർവ്വം മാറ്റി നിർത്തിയേ മതിയാവൂ. അത് നമ്മുടെ നന്മയ്ക്ക് ഏറെ ഉപകാരപ്പെടും. അതുകൊണ്ട് നമ്മുടെ തിരഞ്ഞെടുപ്പുകളൊക്കെ, പ്രത്യേകിച്ച് ചില മനുഷ്യരെ, അവരുടെ സാന്നിധ്യങ്ങളെ നാം നമ്മുടെ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത് വളരെ വിവേകപൂർവമായിരിക്കണം. അല്ല എങ്കിൽ നാം അബദ്ധങ്ങളിലേക്ക് ചെന്ന് ചാടിയേക്കാം. രണ്ടാമത്തേത് ചില സാഹചര്യങ്ങളാണ് കേട്ടോ. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ അവിടേക്ക് എത്തപ്പെട്ടാൽ ഞാൻ അബദ്ധത്തിലേക്കോ തെറ്റുകളിലേക്കോ വീഴുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ ഇടങ്ങളിലേക്ക് നമ്മൾ പിന്നീട് പോകാൻ തയ്യാറാകരുത്. എന്താണെന്നറിയാമോ? നമ്മുടെ മനസ്സ്, നമ്മുടെ മനസ്സാക്ഷി കൃത്യമായും നമ്മളോട് പറയും, ഇന്ന്, ഇപ്പോൾ, ഈ സാഹചര്യത്തിൽ ഇവിടേക്ക് നീ പോകരുത്. നമ്മുടെ മനസ്സ് അത്രയും ശക്തമായി നമ്മളോടൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ആ പ്രത്യേക സാഹചര്യത്തിലേക്ക് നമ്മൾ ഒരിക്കലും പോകാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതം സുഗമമായി മുന്നോട്ട് പോകാൻ നമ്മെ സഹായിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. മൂന്നാമത്തേത് ചില വസ്തുക്കളാണ്. ചില വസ്തുക്കളുടെ ഉപയോഗം അത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ സമഗ്രതയെ ബാധിക്കുമെന്നുണ്ടെങ്കിൽ അതെന്തു തന്നെ ആയാലും അതിനോട് നോ പറയാനും വിവേകപൂർവമായ ഒരകലം സൂക്ഷിക്കാനും നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അത് നമ്മുടെ സമഗ്രമായ വളർച്ചയ്ക്കും നമ്മിലെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിലും ഏറെ സഹായിക്കുന്ന ഒന്നാണ്. ചിലപ്പോഴൊക്കെ ചുറ്റുപാടുകളിൽ കണ്ടിട്ടില്ലേ, ചില ഉപകരണങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്ന മനുഷ്യർ, ചില ലഹരികൾക്ക് അടിമപ്പെട്ടു പോകുന്ന മനുഷ്യർ. അവർക്കതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാത്ത വിധം അവരെ അത് തളച്ചിടുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഓർക്കാൻ 3 കാര്യങ്ങളാണ്: ഒഴിവാക്കേണ്ടുന്ന ചില വ്യക്തികൾ, ഒഴിവാക്കേണ്ടുന്ന ചില സാഹചര്യങ്ങൾ, നമ്മളെ അടിമപ്പെടുത്താൻ ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്ത ചില വസ്തുക്കൾ, ചില ലഹരികൾ. അതിനോടൊക്കെ നമ്മൾ നോ പറഞ്ഞ് ശീലിക്കേണ്ടതുണ്ട്. ആത്യന്തികമായി ഏറ്റവും വലിയ ലഹരി നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ജീവിതം തന്നെയാണ്. ആ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന എന്തിനേയും പിഴുതെറിയാനുള്ള മനഃശക്തി നമുക്കുണ്ടാകണം. കൂടെ ഉണ്ട് കേട്ടോ, കൂട്ടിനും പിന്നെ എൻ്റെ പ്രാർത്ഥനയും.